ഹായ് ഹലോ വെൽക്കം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ അത് ആദ്യം തന്നെ ചീനിച്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ചതച്ച പെരിഞ്ചീരകമാണ് ചേർത്തത്. അതിനുശേഷം ചെറിയുള്ളി, ഇത് രണ്ടും ചേർത്തിട്ടൊന്ന് വഴട്ടുക. അതിനുശേഷമാണ് നമ്മൾ സവാള എടുക്കേണ്ടത്. സവാള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി ഒരു 100 ഗ്രാം അത്ര തന്നെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റുക. നല്ല രീതിയിൽ വഴറ്റണം കേട്ടോ. വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇതും ഒന്ന് നമ്മൾ നന്നായിട്ട് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ച ശേഷം ഉള്ളിയുമായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഈ മസാലയാണ് മെയിനായിട്ടും നല്ല പോലെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. മസാല നല്ല പോലെ വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിലേക്ക് ക്രാബ് ചേർക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് 2 തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചിരുന്ന ഞണ്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത്, ഒരു ശകലം വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ ക്രാബ് നന്നായിട്ട് വെന്ത് ആ മസാലയൊക്കെ ഒന്ന് കുറുകി നല്ലൊരു ടെക്സ്ചറിലേക്ക് മാറും. ഇനി ഇതിലേക്ക് അല്പം ചതച്ച കുരുമുളകും കൂടെയാണ് ചേർക്കാൻ പോകുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ട് തുറന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വരുമ്പോഴാണ് നമ്മൾ റോസ്റ്റായി മാറുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ കരിവേപ്പിലയും മല്ലിയിലയും ആവശ്യത്തിന് ചേർക്കാം. കുറച്ച് സമയം ഇത് നന്നായിട്ട് കട്ടിയാവുന്നവരെ നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് മാറും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത് ഞണ്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. അതുവരെ ബൈ.